പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോയും ചേർന്ന് എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ എറണാകുളം തേവയ്ക്കൽ ഇടവകാംഗമാണ്. എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവി ഓഫീസറാണ്, സിബി ജെയിംസ്. 2019 മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യമുണ്ടായത് 4 തവണ കൃപാസനത്തിൻ്റെ പേപ്പർ എനിക്ക് കിട്ടുകയും 4ാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പുതുക്കിയത് സിൽവർ ഗ്രേയിലേക്ക് ഞാൻ കയറുകയുണ്ടായി. 2 തവണ ഇതിനു മുൻപ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അച്ഛൻ സന്ദേശം ലഭിച്ച ഒരു വലിയൊരു സാക്ഷ്യവും എൻ്റെ കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യവും ഞാൻ 2 വട്ടം യൂട്യൂബിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റി പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഇടയിൽ ഇടപെട്ട് സമയച്ചുരുക്കം സംഭവിച്ച് ഞങ്ങൾക്ക് തന്ന ഈ ഒരു അനുഗ്രഹങ്ങളെപ്പറ്റി എൻ്റെ ഹസ്ബൻഡ് എക്സാം പാസ്സായതിനെപ്പറ്റി ഹസ്ബൻഡ് തന്നെ പറയുന്നതാണ്. ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുന്നു. എൻ്റെ പേര് സിബി ജെയിംസ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു 1000 കോടി നന്ദി പറയുന്നു. ഞാൻ മെർച്ചൻ്റ് നേവി ഓഫീസറാണ്. 2nd ഓഫീസറായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2022 ചീഫ് മേറ്റ് എക്സാംസ് കൊടുക്കുന്നതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും എന്നാൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിന് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സാംസ് കൊടുക്കാണ്ട് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു പേടിയും കാരണം ഞാൻ എക്സാംസ് കൊടുക്കുന്നത് നീട്ടി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ വെക്കേഷൻസും വരും, എക്സാംസ് കൊടുക്കണമെന്ന ചിന്തയായിട്ട് വരും. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസിൻ്റെ പേടിയും എക്സാംസിനോട് അപ്പിയർ ചെയ്യാനുള്ള ഒരു ചെറിയ ഭയവും ഉള്ളതുകൊണ്ട് അത് നെക്സ്റ്റ് ടൈം ചെയ്യാമെന്നുള്ള ചിന്താഗതിയിൽ വീണ്ടും സെയിൽ ചെയ്യാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് 2025 എക്സാം ഷെഡ്യൂൾ വന്നപ്പോൾ ജൂലൈയിൽ എക്സാം ഉണ്ടെന്ന് കണ്ട് വൈഫ് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് 2025 ജൂലൈയിലെ എക്സാം കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. 2025 മാർച്ചിൽ ഞാൻ വെക്കേഷൻസിന് വരികയുണ്ടായി. ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുകയും എക്സാംസ് കൊടുക്കണമെന്നുള്ള പൂർണ്ണമായ ഒരു ചിന്തയിലൂടെയാണ് ഞാൻ ലാസ്റ്റ് ടൈം വെക്കേഷന് വന്നത്. 2025 മാർച്ചിൽ ഞാൻ തിരികെ വരികയും വീട്ടിലെ കുറച്ച് ഫങ്ഷൻസും ഹോസ്പിറ്റൽ കേസസും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. 2025 ജൂൺ ആയപ്പോഴത്തേക്കും എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ജൂലൈ 1 മാസം കൂടി ഉള്ളൂ എക്സാംസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനും വൈഫും കൂടെ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയും ഇത്തവണ എന്തായാലും എക്സാംസ് കൊടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു. എക്സാംസിന് വേണ്ടി ബുക്ക് ചെയ്തു. പഠിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റായിട്ടുള്ള പോർഷനാണുള്ളത്. നമ്മളൊരു മാസം കൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു വളരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ടോപ്പിക്സ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ബൈബിളിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന ഹിൻറ്റുകൾ കൊണ്ട് ഞങ്ങൾ ഓരോ പോർഷൻസ് പേജസിൻ്റെ നമ്പറുകളൊക്കെ എടുത്ത് ഞങ്ങൾ പോർഷൻസ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് എന്നെ കൂടുതലായിട്ട് സഹായിച്ചത് എൻ്റെ വൈഫ് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വൈഫ് കൂടുതൽ സമയം ചിലവഴിച്ച് അതിനു വേണ്ടിയിട്ട് എനിക്ക് പോർഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരികയുണ്ടായി. ബാക്കി എല്ലാ സ്റ്റുഡൻസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പായിട്ട് പോയിട്ടിരുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക, കാൻഡിഡേറ്റ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ സാഹചര്യത്തിനകത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് പഠിച്ചിരുന്നത്. അങ്ങനെ 2025 ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാംസ് ഉണ്ടായിരുന്നു. എക്സാംസിന് പോകുന്നതിന് മുൻപായി വൈഫ് വിശേഷവിധിയായിട്ട് 5 പേപ്പറാണുള്ളത്. അതുകൊണ്ട് 5 ജില്ലകളിൽ പോയി പത്രം വിതരണം ചെയ്യാമെന്ന് നേർന്നു. ഞാൻ എക്സാംസിന് പോകുന്നതിന് മുമ്പായി നേർച്ച വസ്തുക്കൾ എല്ലാം തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എക്സാം പേപ്പറിൽ തൈലം പുരട്ടുകയും എല്ലാം ചെയ്തു.
5 പേപ്പർ കംപ്ലീറ്റ് ചെയ്തതിനകത്ത് 2 പേപ്പർ എനിക്ക് ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കത് കിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു തോന്നലുണ്ടായി. കാരണം എനിക്ക് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി അതെനിക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എങ്കിലും പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ കയ്യിലുള്ള ഉപ്പും തൈലവും പുരട്ടി തന്നെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് മന്താണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വരുന്നത് വരെ ഡെയിലി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ ചെക്ക് ചെയ്യാൻ പോകുന്ന ഇൻവിജിലേറ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, പേപ്പേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ നെക്സ്റ്റ് മന്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും വിചാരിച്ച 2 പേപ്പർ ഉൾപ്പെടെ എല്ലാ 5 പേപ്പറും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുകയും എല്ലാം തന്നെ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് നടത്തി എനിക്ക് എല്ലാം തന്നെ പെട്ടെന്ന് തന്ന് തിരുകുമാരനും കൃപാസന മാതാവും എനിക്ക് പേപ്പേഴ്സ് എല്ലാം തന്ന് എക്സാം പാസ്സാക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വൈഫ് വിവരിക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ മെറിറ്റ് ഞങ്ങൾക്ക് തീർത്തും കുറവുകൾ ഒരുപാട് കൂടുതലുമായിരുന്നു. കാരണം ഈ എക്സാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണ്, ഗ്രൂപ്പ് സ്റ്റഡി പറ്റുന്നില്ല, അതുപോലെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു 2025 മുതൽ എൻ്റെ കയ്യിൽ ഉടമ്പടിയാണുള്ളത്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആയുധം എൻ്റെ കയ്യിലുള്ളപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനതിന് കൂടുതൽ സപ്പോർട്ടും ചെയ്തില്ല ഹസ്ബൻഡിനെ. കാരണം അങ്ങനെ ഒരു മെറിറ്റ് നമുക്കില്ലാത്തപ്പോൾ എന്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഗ്രേസ് അവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു 2025 മുതൽ 2007 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിന്നിലേക്ക് എടുത്ത് അതിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ എഴുതി റൂമിലിരിക്കുന്ന പഠിക്കുന്ന ഹസ്ബൻഡിന് തൈലം പൂശി ഉപ്പിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയും ഹസ്ബൻഡ് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. അച്ഛൻ ഇവിടുത്തെ ധ്യാനത്തിൽ പറയുന്ന ഡേറ്റുകൾ 4, 5, 7, 10 എന്നൊക്കെ അച്ഛൻ ആ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ഡേറ്റുകളിലുള്ള വരുന്ന പേജസിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ബുക്കിലെ ആ പേജസ്, അതുപോലെ സെപ്റ്റംബർ 8, മാതാവിൻ്റെ ഡിസംബർ 7 ഇങ്ങനെയുള്ള ഡേറ്റുകളിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുകയും അവിടുന്ന് പ്രിപ്പയർ ചെയ്യുകയും, കാരണം ഹസ്ബൻഡിൻ്റെ മെമ്മറി കുറച്ച് പ്രശ്നമാണ്, പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല, കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ ഗ്രേസിൽ മാത്രം വർക്ക് ചെയ്ത് ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് സമയച്ചുരുക്കം സംഭവിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയും ചേർന്ന് തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു ഹോം ലോൺ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ആ ഹോം ലോൺ കൊറോണയ്ക്ക് ശേഷം മൊറട്ടോറിയം ഞങ്ങൾക്ക് ഓഫർ കിട്ടുകയും ഇതിൽ ഗ്രാജുവലി നമുക്കതൊരു 11.3% ഇൻട്രസ്റ്റിലേക്ക് അത് പോവുകയും ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ജോലി ഉള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല സാലറി ഉള്ളത് കൊണ്ടും നമുക്ക് ഈ കാര്യങ്ങളൊന്നും പോകുന്നതിന് എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലും ലോൺ ഇങ്ങനെ പോകുന്നതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഇത്തവണ 2024 നാട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു ചെറിയ ആവലാതി പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ലോൺ ഇച്ചിരി കൂടുതലായിട്ട് പോകുന്നുണ്ടല്ലോ, അവർ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്നുണ്ട്, വിളിച്ചാലൊട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നമുക്കെല്ലാം ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾ നാട്ടിലില്ലാത്തത് കൊണ്ട് വാട്സപ്പ് കോൺടാക്റ്റ് പുറത്ത് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 4-5 ബാങ്കുകൾ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് കണക്ട് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യുകയും, വാല്യുവേഷനിൽ വരുമ്പം പ്രോപ്പർട്ടിയുടെ വാല്യൂ നമ്മുടെ ലോൺ എമൗണ്ടുമായിട്ട് ശരിയാവാത്തത് കൊണ്ട്, ലോൺ എമൗണ്ട് അതിൽ കൂടുതലായതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ബാങ്കുകാർ റിജക്റ്റ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും, അവർ തന്നെ കൊടുത്ത ഏകദേശം ഒരു 4-5 ബാങ്കുകൾ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വർഷം കടന്നുപോയി. 2025 നാട്ടിൽ വന്നപ്പോൾ ഏകദേശം 1 വർഷത്തോളം എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ പോകുന്നത് ഞങ്ങളെ കുറച്ച് ബാധിക്കും എന്ന് വരുന്നത് കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നു, ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല, എന്ത് ചെയ്യും നമ്മൾ മുന്നോട്ട്, ഇങ്ങനൊരു ആവലാതി ഹസ്ബൻഡ് തന്നെത്താനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ലോസ് എത്രമാത്രം വരുന്നെന്നും 1 വർഷം എത്രമാത്രം എമൗണ്ട് നമുക്ക് നഷ്ടം വരുന്നെന്നും ഇത് ഇതിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലാഭം വരുന്നെന്നും ഒക്കെയുള്ള കാര്യം മനസ്സിലാവാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങിപ്പോയിട്ട് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപ്പ് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വിശ്വാസ പ്രമാണം
ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ബാങ്കിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. കാരണം അവരെ തന്നെ വിളിക്കണം എന്നുള്ളത്. കാരണം ഇതിനു മുന്നേ അവരും ഒരു തവണ വന്ന് പോയതാണ്, പക്ഷേ റിജക്റ്റ് ആക്കി. അതിൻ്റെ കാരണം അവർ പ്രോപ്പറായിട്ട് പറഞ്ഞിരുന്നുമില്ല. അത് ഏകദേശം മൊറട്ടോറിയം എടുത്തിട്ടുള്ള ഗ്യാപ്പ് ചൊവ്വിന് ആയിട്ടില്ല. അത് നിങ്ങൾ എടുത്തതിന് ശേഷമുള്ളൊരു ഗ്യാപ്പ് ഏകദേശം ഇത്രയും വർഷം കഴിഞ്ഞാൽ മാത്രം തരാമെന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അപ്പം ഈ ബാങ്കിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വിളിക്കുകയും ഒരു പുതിയ മാനേജറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പഴയ മാനേജർ ഉണ്ടായിരുന്നില്ല, പുതിയ മാനേജർ ഉണ്ടായിരുന്നത്. ഞാൻ സംസാരിച്ച ഉടനെ തന്നെ എൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ഹസ്ബൻഡ് പഠിക്കുകയാണ് മുകളിലിരുന്ന്. ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുള്ളൂ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ കൂടെ കടന്നുപോയി. പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരാറ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാരമില്ല, നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കൾ, മാതാവിൻ്റെ കാശുരൂപം, അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ടോണ്ട് തന്നെ അവിടെ പോയി അവരോട് സംസാരിച്ച് പിറ്റേ ഒരു ജൂലൈ 3 ആയപ്പോഴത്തേനും ഞങ്ങൾ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഓഗസ്റ്റ് എൻഡ് ആയപ്പോഴത്തേനും ലോൺ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓഗസ്റ്റിൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിന് പരിശുദ്ധ അമ്മയോട് കാണാൻ വേണ്ടിയിട്ട് നന്ദി പറയാൻ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കോള് വന്നു. കാരണം ഇത് സ്കെച്ച് കൊടുത്തതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടിയുടെ കാണിക്കുന്നില്ല, സ്ക്വയർ ഫീറ്റ് കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇച്ചിരി എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ബാക്കിയെല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല, ഇച്ചിരി ഒരു എമൗണ്ടും കൂടെ കൂടുതൽ കൊടുക്കണം. അതപ്പോൾ നമുക്ക് സംബന്ധിച്ചൊരു കൂടുതൽ എമൗണ്ടും ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ഒരു സാരി എടുത്ത ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി ഞങ്ങൾ തമ്മിൽ ടോക്ക് കേട്ടിട്ടാണോ എന്നറിയില്ല, അവിടെ അങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചിയാണ്. പക്ഷേ അമ്മച്ചിയുടെ ആ പ്രായത്തിനേക്കാട്ടിലും നല്ല അറിവുള്ള ഒരു സംസാരം പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. നാട്ടിൽ വന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ആ നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, പരിശുദ്ധ അമ്മ ഏത് രൂപത്തിലും നമ്മുടെ ഇടയ്ക്ക് വരും എന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ പേഴ്സണൽ ടോക്ക് ഇങ്ങനെയൊരു വിളി വന്നു, ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ നിൽക്കാതെ ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ആ മാനേജറിനുമായിട്ട് നല്ല രീതിയിലൊന്ന് സംസാരിച്ച് നോക്ക്, നല്ല ഇടപെടലുകൾ നടത്തി നോക്ക്, പിന്നെ കുറച്ച് പൈസ എന്താണെങ്കിലും കൊടുക്കേണ്ടി വരും, ഒരു ഹാഫ് എമൗണ്ടോളം കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരു സംസാരിച്ച് അതിലൊന്ന് തീർപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെയൊന്ന് ആ അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്ക്, സംസാരിക്ക്. എന്നിട്ട് ഹസ്ബൻഡ് പോയി പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് അമ്മച്ചി ശരി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയെ പിന്നെയും കണ്ടു കേട്ടോ. കുറച്ച് നേരം അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എമൗണ്ട് കുറച്ച് തന്നിട്ടുണ്ട് അവർ, ഞങ്ങൾക്കൊരു താങ്ങാവുന്ന എമൗണ്ട് ആയിരുന്നു, ഞങ്ങളത് വേഗം തന്നെ സിസ്റ്ററിനോട് ചോദിച്ച് അറേഞ്ച് ചെയ്യുകയും കൊടുക്കാൻ പറ്റുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയുകയും ചെയ്തു ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പം ഉടനെ തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പ്രായത്തിനെ കവിഞ്ഞൊരു അറിവുള്ള ഒരു അമ്മച്ചിയായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു. ഒന്നും ആലോചിച്ച് പോലും നിൽക്കുന്നുണ്ടായിരുന്നില്ല അമ്മച്ചി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്ന ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അവിടുത്തെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടന്നു. നമുക്ക് മാതാവിൻ്റെ സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞൊരു ദിവസത്തിന് ആ ഒരു സമയത്ത് തന്നെ ഫോർക്ലോഷർ ലെറ്റർ കിട്ടി. കാരണം ആ ബാങ്കിൽ നിന്ന് നമ്മൾക്ക് ടേക്ക് ഓവർ ചെയ്ത് മറ്റു ബാങ്കിലേക്ക് പോകുന്നതിന് കുറച്ച് ഡിലേ ആക്കി അവർ അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞങ്ങൾ നിരന്തരമായി മാതാവിൻ്റെ ആ ഒരു ഡേറ്റിന് സമയത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുകയും നമുക്ക് 11.3 7.5 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് നാഷണൽ ബാങ്കിലേക്ക് തന്നെ നമുക്ക് ആ ലോൺ ടേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ പറ്റി. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഒരു ഇടപെടലുകൾ മൂലമാണ്. കാരണം ആ മാനേജർ മാറി വന്നു, വാല്യുവേഷൻ വന്നപ്പം വാല്യുവേറ്റർ വന്ന് റേറ്റ് ഇട്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് റേറ്റ് പക്കയായിരുന്നു, ഒരു കുഴപ്പമില്ല. അത് നേരത്തെ വന്ന് ഓൾറെഡി
ഓൾറെഡി ഈ റേറ്റ് ഇട്ടുകൊണ്ട് പോയ അതേ വാല്യുവേറ്റർ തന്നെയാണ് ആദ്യം രാവിലെ കോള് വിളിച്ചപ്പോൾ ഞങ്ങൾ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായി. ആ ആൾ തന്നെയാണ് വന്ന് ആൾ പുറത്ത് നിന്നതേ ഉള്ളൂ. മഴയുണ്ടായിരുന്നത് കൊണ്ട് പുറത്ത് നിന്ന് കോട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഫോൺ തന്നിട്ട് പോയി റൂമിലേക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിരുന്നു വീട്ടിൽ. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധാത്മാവിൻ്റെ വിവേകം മൂലം ഞങ്ങൾ ചിന്തിപ്പിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതിനെ ഓർത്ത് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പയുടെ ഡിസംബർ 22-ാം തീയതിയൊക്കെ ആയപ്പോൾ പപ്പയ്ക്ക് നല്ല മോഷൻ പോകുന്ന കൂടെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് വയറുവേദന അധികം ഇല്ല, പക്ഷേ പപ്പയ്ക്ക് ബ്ലീഡിങ് നന്നായിട്ട് പോവുകയാണ്. പമ്പ് ചീറ്റണത് പോലെ അങ്ങനെ അങ്ങ് പമ്പിൽ നിന്ന് വരുന്നത് പോലെ പൊക്കോണ്ടിരിക്കുക പോകുമ്പോഴൊക്കെ. അപ്പോൾ 2 ദിവസമായിട്ടും ഇവർ ഞങ്ങളെയൊന്നും അറിയിച്ചില്ല. കൂടുതലും മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാക്സിമം പോകുന്ന പേരൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അറിയില്ല. 2-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഓട്ടോയിൽ പോകാനായപ്പോഴത്തേനാണ് മമ്മി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുവാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസ് ആണ് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യും, മരുന്ന് എന്തായാലും ബ്ലീഡിങ് കുറയാനുള്ള മെഡിസിൻസ് കൊടുത്തു. ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല. പപ്പ ചെറിയതായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, അതനുസരിച്ച് കഴിച്ചുകൊണ്ട് പോന്നു. 25-ാം തീയതി ഞങ്ങൾ ക്രിസ്മസിന് വീട്ടിൽ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ 26-ാം തീയതി എന്താണെങ്കിലും സ്കാനിങ്ങിന് പപ്പയോട് സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ കാണാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം HP നോക്കിക്കൊണ്ടിരിക്കണം. HP ആദ്യം പോയപ്പോൾ 11.2 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-ലേക്കായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിൽ പോയി CT സ്കാൻ ചെയ്തു. അതിനകത്തൊരു കുഴപ്പവും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ തിരിച്ചു വന്ന് എൻഡോസ്കോപ്പി ചെയ്യണം ഡോക്ടർ പറഞ്ഞു. അപ്പം HB നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ സ്കാനിങ്ങിന് ഡോക്ടറെ റിസൾട്ടുമായിട്ട് കാണിക്കാൻ പോയ സമയത്ത് HB ചെക്ക് ചെയ്തപ്പം HB 7-ലേക്കായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് നടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ അമ്മയുണ്ട്, ഒരു 90 വയസ്സുള്ളത്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് പപ്പയും മമ്മിയും ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം പപ്പ അത്യാവശ്യം നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. ആൾക്ക് ഒരിടത്ത് പോയി അങ്ങനെ കിടക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാറൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസിൽ നിന്ന് വരുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, ശീലവും ഇല്ല. അപ്പം പപ്പയെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു വന്നു. വീട്ടിൽ വന്ന് പപ്പ മമ്മി പൂർണ്ണമായിട്ടും പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പും എല്ലാം തൈലം പപ്പയുടെ വയറിലും നെറ്റിയിലും എല്ലാം പൂശി പിറ്റേ ദിവസം അഡ്മിറ്റ് ആകാമെന്നുള്ള തീരുമാനത്തിലെല്ലാം പാക്ക് ചെയ്ത് ഇവർ പോയി. അവിടെ ചെന്ന് HB നോക്കിയപ്പം 7 ആയിരുന്ന HB 10-ലേക്കായി. അപ്പോൾ ഒരു വിശ്വാസം ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഇത് ഉയർന്നു. കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. 7 ആയ സമയത്ത് വിളിച്ചു പറഞ്ഞ സമയത്ത് വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഞാൻ പപ്പ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളാണ്. 10 ഏക്കർ സ്ഥലത്താണ് പപ്പ പാട്ടത്തിനെടുത്തിട്ട് റബ്ബർ വെട്ടുന്നത്. അത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ 10 ഏക്കർ സ്ഥലത്ത് ഒരു 1500 മരമേ ഉള്ളൂ. അപ്പോൾ ഒരു മരം കഴിഞ്ഞിട്ട് അടുത്ത മരം എന്ന് പറയുന്നത് നല്ല ഗ്യാപ്പിട്ടാണുള്ളത്. അപ്പോൾ ഇത് പപ്പ ഏണി വെച്ചിട്ട് കയറി നിന്നൊക്കെയാണ് ചെയ്യുന്നത്. ഞാനവിടെ പോയപ്പോൾ കണ്ടിരുന്നു. ഒരു ദിവസം എന്നെയും കൊണ്ട് കാണിച്ചിരുന്നു ഞങ്ങൾ അവധിക്ക് ചെന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും വെച്ചിട്ടാണല്ലോ പപ്പ ഈയിടെ ഈ HB 7 ആയത്. സാധാരണ ഗതിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരൻസ് വളരെ ബുദ്ധിമുട്ട് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് നമ്മൾക്ക് കാര്യങ്ങൾക്കകത്ത് കൊണ്ട് നടക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവർ ഞങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ സ്വയം ചെയ്തു പോകുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, മക്കൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു കരുതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ 7 ആണെന്ന് അറിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിഷമത്തോടെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം 10 ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സന്തോഷമായി. മാതാവ് ഇതിനകത്ത് എന്താണെങ്കിലും ഇടപെട്ടു എന്ന് എനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്ന് ഞാൻ എഴുതി, എന്ത് തന്നെയാണെങ്കിലും ബ്ലീഡിങ് വന്നതായി, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, അതെനിക്ക് സർജറി കൂടെ മരുന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു കാര്യമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുത്തണം. കാരണം പപ്പയ്ക്ക് അത് താങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുക, പിന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് വരിക, ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഇടവരുത്തരുത് എന്നുള്ളത് ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് പപ്പയുടെ എൻഡോസ്കോപ്പി ചെയ്തപ്പം ഒരു കുഴപ്പമില്ല. പക്ഷേ കൊളോണോസ്കോപ്പി ചെയ്തപ്പോഴത്തേനും കുടലിൽ കുരുക്കളുണ്ടായിരുന്നു 3 അതിനകത്ത് 1 പൊട്ടിയതാണ് ബ്ലീഡിങ് വന്നതെന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ അതെടുത്തു ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി കഴിഞ്ഞു. 7 ദിവസത്തെ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ആരും ഒന്നും അനങ്ങിയില്ല, അതിനകത്തൊന്നും ചോദിക്കാനൊന്നും പോയിരുന്നില്ല. ഞാൻ 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടില്ല,
ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ റിസൾട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 8 ദിവസം ആയാലും ഇപ്പോൾ ആകേണ്ടതാണ്, ഒന്നുകൂടെ നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അക്ഷയയിൽ ID കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കുമോ നോക്കുമോ എന്ന് ചോദിച്ച് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ സാധാരണഗതിക്ക് കൃപാസനത്തെ പറ്റി ഞാൻ പറയാത്ത സ്ഥലങ്ങളില്ല. അപ്പം എവിടെ ചെന്നാലും ഞാൻ മാതാവിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഇവരിങ്ങനെ OTP ചോദിച്ചുകൊണ്ടിരിക്കുകയും അക്ഷയാണ് ഒരുപാട് ക്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി സംസാരിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അവരിങ്ങോട്ട് എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകാറുണ്ടോയെന്ന്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ അപ്പോൾ തന്നെ നന്നായിട്ട് പറയാൻ തുടങ്ങി കൃപാസനത്തെ പറ്റി ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലത്താണ്, ഞങ്ങൾ പോകുമ്പോൾ കൃപാസനത്തിൽ കയറാറുണ്ട്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കോള് വിളിക്കുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൃപാസനത്തെ പറ്റി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കറിയാം എന്താണെങ്കിലും മാതാവ് റിസൾട്ട് തരുന്നു, മാതാവിൻ്റെ ഒരു പേര് അവിടെ വന്നു, എന്താണ് റിസൾട്ട്. ഈ നിമിഷം തന്നെ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു, മെയിൽ അയച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ റിസൾട്ട് നോക്കിയപ്പം ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവാണ്. അത് റിസൾട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർക്ക് കണ്ടപ്പോഴത്തേനും മരുന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല, കുറച്ച് ദിവസത്തെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, ഡയറ്റ് വഴി മാത്രം നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലാതെ പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു പപ്പ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വരണം, ഞാനിത് സാക്ഷ്യമായിട്ട് പറയുമെന്ന് ഞാൻ പറയുക മാതാവിനോട്, സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേനും നിങ്ങൾ പോയാൽ മതി, ഞാൻ വരാമെന്ന രീതിയിലൊക്കെ പപ്പ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ പിന്നെ എന്നാൽ ഞാൻ ഇവിടെ വന്ന് പറയാം, ഇപ്പോൾ സമ്മതിക്കുമോ അറിയില്ല എന്നൊരു രീതി നിന്ന്. പക്ഷേ പപ്പ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും എല്ലാം സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ കാര്യങ്ങളിലേക്ക് പോകുണ്ടെന്ന കാര്യം വളരെ ചുരുക്കത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടന്നു തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞല്ലോ, 5 ജില്ലകളിൽ കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അമല മെഡിക്കൽ സെൻറ്റർ, ക്യാൻസർ സെൻറ്ററുകളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. 2019 മുതൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ 8, 9, 10 എനിക്കൊന്ന് 450 പേപ്പറോളം ഒക്കെ ആ സമയങ്ങളിൽ തന്നെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നതാണ്, വാർഡുകളിലെല്ലാം കയറി ഇറങ്ങിയായിരുന്നു. അതിനെനിക്കൊരു മടിയുമില്ല. ഇപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ചോറ് പൊതികൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഹസ്ബൻഡും ഞാനും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നാട്ടിലുള്ള സമയമാണല്ലോ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കുറച്ചുകൂടെ ആണുങ്ങൾ കുറച്ചുകൂടെ ഡയാലിസിസ് അവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ അർഹതപ്പെട്ടവരായിട്ടുള്ള പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ മേടിക്കും. പിന്നെ നമ്മൾക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, മെർച്ചൻ്റ് നേവി ഓഫീസേഴ്സിൻ്റെ, അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ ഇവരുടെ അവസ്ഥകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജോലിയും തിരക്കും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ളവരുണ്ട്. അവർ ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ഓരോ 2 പൊതിച്ചോറുകൾ മേടിക്കാറുണ്ട്. ഒരുമിച്ച് കളക്ട് ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളവരെ ഫോൺ വഴി കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കും. എന്നിട്ട് ഒരുമിച്ച് ഒരു അനാഥാലയത്തിൽ കൊടുക്കുകയും. അതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായത് ഇത്രയും നാളായിട്ട് എനിക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെ ഇറങ്ങി അങ്ങ് പോകാൻ പ്രേക്ഷിത പ്രവർത്തനം പോയി കുറച്ച് നേരം ചെയ്താൽ തിരിച്ചു വരാം. പക്ഷേ ഈ രാവിലെ 4 മണിക്കൊന്നും എഴുന്നേറ്റ് കുളിപ്പിക്കാനൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഇതിപ്പോൾ സിൽവർ ഗ്രേയിലേക്കായി എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഇത്രയുമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുണാലയത്തിൽ പോയിട്ട് 4 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്. അവിടെ ചെന്ന് ഞാൻ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അത് മെയിൽ വാർഡായിരുന്നത് കൊണ്ട് ഹസ്ബൻഡിനാണ് കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നത്. ഹസ്ബൻഡിന് കുട്ടികളുടെ തന്നെ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഹസ്ബൻഡ് ഏകദേശം 6-7 പേരോളം ഒരുമിച്ച് നിന്ന് ഓരോരുത്തരെ മാറ്റി കുളിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുള്ള ഒരു ഞങ്ങൾക്ക് അവസരം ഈ ഉടമ്പടി വഴിയായിട്ടാണ് ലഭിച്ചത്. ആത്മീയ ജീവിതത്തിൽ വളരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന 2024 മുതൽ ഞങ്ങൾ 25 വരെ 25-ലും 1 ഞങ്ങൾ കുർബാന അടുപ്പിച്ച് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണും. കുർബാന ഒരു 5 മിനിറ്റ് ലേറ്റായി അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുത്ത എടപ്പള്ളി വരെയാണെങ്കിലും നമ്മുടെ കാക്കനാട് നിന്ന് പോയിട്ട് അവിടെ കാണുകയുള്ളൂ കുർബാന. അത്രയും ദൈവത്തോട് അടുക്കാനുള്ള ഒരു ഭാഗ്യം നൽകി. അതുപോലെ തന്നെ ആൾത്താരയോട് ചേർന്ന് കുറച്ചുകൂടെ കൂടുതൽ ഈശോയുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ എന്നെ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ
ലേഖന വായന, അതുപോലെ കൊയറിൽ നന്നായി പാടും ഞാൻ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, എപ്പോഴും ഫിയർ, അതിനകത്തേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാറ് തന്നെ എന്നെ നിർബന്ധിച്ച് എന്നെ കൊയറിലേക്ക് അംഗമാക്കുകയും ഞാൻ പിന്നെ നിരന്തരം കൊയറിൽ പാടാനൊരവസരം, അങ്ങനെ അതായത് അവിടെ നിന്ന് കുർബാന കൂടാതെ ഒരുപടി മുന്നിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു. ആത്മീയ ജീവിതത്തിൽ ബൈബിളിൽ വിട്ടുള്ള ഒരു കളിയിൽ എനിക്കില്ല. കാരണം ബൈബിൾ വായിക്കും ഞാൻ നന്നായിട്ട്. എപ്പോഴും എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ബൈബിൾ വായിക്കണം. എനിക്ക് വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളിടിച്ച് നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ വചനം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കും. കാരണം ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടാവാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉടമ്പടിയാണ് എൻ്റെ ജീവിതം. ഈ മാതാവ് എന്നെ കൊണ്ട് നടക്കുന്നതാണ്. അത് കാരണം കൊണ്ട് എനിക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതൊന്നും ആലോചിച്ചുകൊണ്ടല്ല, ഞാനിങ്ങനെ അച്ഛനോട് ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, ഇതാണ്, ഇങ്ങനെയാണെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിലേക്ക് നോക്കുന്ന കുരിശും കണ്ട്. അതോടെ ആ സ്വപ്നം അവിടെ തീർന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ളൊരു സ്വപ്നമാണ് ഞാനതെന്ന് വിചാരിക്കുന്നു. ഞാൻ ജോസഫ് അച്ഛനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അച്ഛനെ നന്നായിട്ട് തന്നെ കണ്ടു. കാരണം നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് കിടക്കും. പക്ഷേ പരിശുദ്ധ ഇതെങ്ങനെയൊന്നും ഒരു സ്വപ്നത്തിലേക്ക് വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അച്ഛനെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടിരുന്ന് സംസാരിക്കുന്നതായിട്ട്, അപ്പോൾ ഞാൻ അവലാതി പറയുന്നതും അച്ഛൻ തിരിച്ചു പറയുന്നതുമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം, അതൊരു വലിയൊരു സാന്നിധ്യമാണ്. പിന്നെ ഒരു കാശുരൂപം, ഞങ്ങൾക്കൊരു മിറാക്കിളൊരു സംഭവിച്ചതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി, അതൊന്ന് പറയാം. പരിശുദ്ധ 2023 ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും 2024 ഷിപ്പിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാശുരൂപം കളഞ്ഞു പോവുകയും, അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഷിപ്പിൽ പോയതാണോ നാട്ടിൽ പോയതാണോ എന്നുള്ള ഒരു ശരിക്കുള്ളൊരു ഐഡിയ ഹസ്ബൻഡിനില്ല. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി കുറേ ദിവസങ്ങൾ തപ്പി നടക്കുകയൊക്കെ ചെയ്ത്, എന്നാൽ ഷിപ്പിലായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. മനസ്സമാധാനത്തിൽ ഇങ്ങനെ അലച്ചിലുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ 2025 എക്സാം റിസൾട്ട് വന്നതിന് ശേഷം തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ആ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പം ഓൾറെഡി ഉടമ്പടി ഉണ്ടല്ലോ നേരത്തെ എടുത്തത്, അപ്പോൾ പുതുക്കിയാൽ മതിയല്ലോ. അപ്പം പക്ഷേ കാശുരൂപമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരാശങ്കയായി, എന്ത് ചെയ്യും, ഉടമ്പടി പുതിയതെടുക്കണോ, ഇങ്ങനെ ഒരു ആശങ്കയിൽ നിന്ന സമയത്താണ് നമ്മൾ കാറ് മേടിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് പുറത്ത് പോയപ്പോൾ ഹസ്ബൻഡ് ഷിപ്പിൽ ഈ പേഴ്സ് യൂസ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഈ പേഴ്സിൽ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം എവിടെയും മറന്നു വെക്കും, എല്ലാം കാണാതെ പോവുകയും ചെയ്യും. പേഴ്സ് കൊണ്ടായാലും മറന്നു വെക്കും, ATM കാർഡ് എല്ലാം കാണാണ്ട് പോവും. അപ്പം ക്രെഡിറ്റ് കാർഡ് ആൾ പോക്കറ്റിലിട്ടിരുന്നത് കാണാണ്ട് പോയി, മിസ്സായി. തിരിച്ചു വന്നു, വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞില്ല. വീണ്ടും ആൾ പോയി മെട്രോ സ്റ്റേഷനും ഒക്കെ പോയി തപ്പിയിട്ട് തിരിച്ചു വന്നു, എന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ രാത്രി കുരിശ് വരയ്ക്കാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇത് മിസ്സായി പോയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ്, ഇനി അത് ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് പുതിയത് എടുത്തിട്ട് ഇത്രയും സമയം എടുക്കുകയും ചെയ്യുമല്ലോ വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് തന്നെ ഉണ്ടാവും പേഴ്സിനെന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് പോയിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ പേഴ്സിൽ ചില്ലറ തുട്ടുകളും അച്ഛൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് തന്ന ചെറിയ കാശ് രൂപങ്ങളും ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഇതിനകത്ത് ആ ചെറിയ ഇത് തുറന്ന ഉടനെ തന്നെ ഈ വലിയ കാശുരൂപം അതിനകത്ത് ഇരിക്കുവാണ്, വലിയൊരു മാജിക് സംഭവിക്കുന്നത് പോലെ. കാരണം ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ തപ്പി നടന്നാണ് ഈ എക്സാമിന് പോകുന്ന ഇത്രയും ദിവസങ്ങളും ഞങ്ങൾ ഈ പേഴ്സ് തന്നെ തുറന്നാണ് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തേച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛൻ തന്ന കാശുരൂപം എടുത്ത് അതിലേക്ക് ഉപ്പ് തേക്കുകയും തൈലം തേക്കുകയും ഉപയോഗിക്കുകയും എപ്പോഴും യൂസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനകത്ത് അന്നൊരു ദിവസം ഈ ക്രെഡിറ്റ് കാർഡ് കാണാതെ പോയ ദിവസം തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ ഈ കാശുരൂപം ഇതിനകത്താണ് ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. പരിശുദ്ധാമ്മ സംഭവിപ്പിച്ച ഒരു വലിയ മാജിക് പോലെ സംഭവിച്ച ഒരു കാര്യം, വലിയൊരു മിറാക്കിളാണ്. ഞങ്ങൾക്കത് തിരിച്ചു തന്നത്. അതുകൊണ്ട് ഉടമ്പടി ഞങ്ങൾ പുതുക്കുക. പരിശുദ്ധാമ്മ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നു. അമ്മയുടെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയത് സുഗന്ധാഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു സുഗന്ധാഭിഷേകം. സ്വപ്നം കാണാറുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എനിക്കൊരു സുഗന്ധാഭിഷേകം കിട്ടണില്ലല്ലോ, അതെങ്ങനെയാണ്? മഴവില്ലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി 2 ആഴ്ചയ്ക്ക് മുകളിലായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മെയ് 1-ാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ തിരിയിൽ ഇങ്ങനെ ഒരു രൂപം മുകളിലേക്ക് പൊങ്ങി അത്രയും ഭാഗത്തെ തിരി കത്തണില്ല. ഇതാണ് ഫോട്ടോയായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തിരിയായിട്ട് തന്നെ വന്ന് സിസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വേറെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് സിസ്റ്റർ പറഞ്ഞായിരുന്നു കയ്യിൽ വെച്ച് വയ്ക്കാൻ. ഇപ്പം ഞാനിത് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നാണ്. ഇതിൽ നന്നായിട്ട് മാതാവിനെ നമുക്ക് തെളിഞ്ഞ് കാണാം.
ഈ ഫോട്ടോയിൽ. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പം ഇങ്ങനെ ഒരു രൂപം അതിനകത്തൊന്നുമില്ല. പിറ്റേ ദിവസം വരയായിട്ട് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസവും 3-4 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു രൂപമായിട്ട് വന്നത്. അതിൽ നമ്മൾ തിരി കത്തിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തെളിഞ്ഞ് കാണും. ഇത് ഫോട്ടോ കൂടി എടുത്ത സമയത്ത് നന്നായിട്ട് മാതാവിനെ ഇതിനകത്ത് കാണാം. നമ്മൾക്ക് ഹാർട്ട് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തിരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുഗന്ധാഭിഷേകമാണെങ്കിൽ എനിക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളായിരുന്നു. ഞാനത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമ്പം അവരത് വിശ്വസിക്കണമെന്ന് പോലുമില്ല. ഇതിപ്പം എനിക്ക് മാതാവ് തന്നത് ഈ തിരിയിലാണ് തന്നത്. ഇത് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും ഇത് കാണിച്ചു കൊടുത്ത് തന്നെ എൻ്റെ ഈ വിശ്വാസം പറയാം. ഞാൻ പോകുന്നിടത്തൊക്കെ കാണിക്കാറുണ്ട് ഫോട്ടോ ഫോണിൽ. പരിശുദ്ധ അമ്മ കൃപാസനം മാതാവിൻ്റെ തന്നെ രൂപമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഇപ്പം പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പുതിയൊരു വണ്ടി മേടിക്കാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കണമായിരുന്നു. പരിശുദ്ധ അമ്മ അതിനെ സഹായിച്ചു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം നേരത്തെ കുട്ടിക്ക് സിസേഴ്സ് പോലെ വന്നിരുന്നു. ആ സമയത്ത് അവൾക്ക് ഒരൊട്ടും ബോധമില്ലാത്ത രീതിയിൽ സാധാരണഗതിക്ക് കാണുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ പിടിക്കുകയോ ബലം പിടിക്കുകയോ ഒന്നും അല്ലാതെ അവളുടെ 1 വയസ്സിന് മുന്നേ തന്നെ ഇങ്ങനെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കളറ് മുഴുവൻ പേളായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്തും ധൈര്യം കൈവിടാതെ, ഹസ്ബൻഡും ഇല്ല, രാത്രി എനിക്ക് വേറൊരാളെ ആശ്രയിക്കണം 12 മണിക്ക്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ താഴെ ഓടി വന്നിട്ട് കൊച്ചിനെ പിടിച്ചുകൊണ്ട് തന്നെ കുലുക്കി പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ അടുത്ത വീട്ടിലേക്ക്, അമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മ, ഓടിച്ചു വിടുന്നത്. അമ്മ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്നു. ആൾ വിളിച്ചുകൊണ്ട് വന്നു. അത്രയും നേരം കുലുങ്ങിട്ട് കൊച്ചു അനങ്ങുന്ന പോലും ഇല്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ആയ സമയത്തിനാണ് കൊച്ചിന് ഇങ്ങനെ കണ്ണ് തുറന്നൊന്ന് നോക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ വളരെ നോർമലായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒബ്സർവേഷൻ്റെ ഒരു ഇതെടുക്കേണ്ടിയേ വന്നുള്ളൂ. അതിന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല സാക്ഷ്യം. അവർക്കിപ്പോൾ 3 വയസ്സായി. ഇതുവരെ ഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉടമ്പടിയും വഴിയായിട്ട് നമ്മൾ ഉടമ്പടി വഴിയിലൂടെ ഒരുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം ഈശോയിലേക്ക് അടുക്കാനുള്ള എൻ്റെ ഈശോ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം എൻ്റെ ഈശോ എന്ന് ഞാൻ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ആ രീതിയിലേക്ക് ആക്കി തന്നത്, എന്നെ അത് പറയാൻ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾക്കകത്ത് അറിവില്ല. നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് അച്ഛൻ കുശുദ്ധ കുർബാനയെ പറയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് ഒരു ശുശ്രൂഷയ്ക്ക് ഈശോ നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളി വരികയാണെന്ന് നോക്കുള്ളൂ. ഇത്രയും ബോധ്യം എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും വയസ്സ് വേണ്ടി വന്നു. ഇത്രയും ഈ ഉടമ്പടിയിൽ ഇത്രയും എത്തേണ്ടി വന്നു. എനിക്ക് വിശുദ്ധ കുർബാന ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അതിനെനിക്ക് ഉടമ്പടി എത്രമാത്രം എന്നെ സഹായിച്ചു എന്നുള്ളതിന് എനിക്ക് നല്ല ബോധ്യതയുണ്ട്. ഞാൻ എപ്പോഴും എന്നെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് അലച്ചിലുകൾ ബുദ്ധിമുട്ട്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് മടുത്ത് മുകളിലേക്ക് നിലകളിലേക്ക് ചില വാർഡുകളിലൊക്കെ ചെല്ലുമ്പോൾ ദൈവവചനം അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ എനിക്ക് ദൈവം എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വചനം എനിക്ക് കിട്ടാണ്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ മുൻപിൽ എഴുതിയ വചനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞാൻ ഒട്ടും ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഹസ്ബൻഡിനെ ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. ആളിന്ന് നാട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഹോസ്പിറ്റൽ, സ്കൂള്, വീട് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ സമയങ്ങളിലെല്ലാം മാതാവ് എൻ്റെ കൂട്ടത്തിൽ, ചില സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ICU അഡ്മിഷൻ എന്ന് പറയും. ആ സമയത്തും ഞാൻ പതറാതെ അവിടെ നിന്ന് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അമ്മ തരുന്ന ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഇതുപോലെ താങ്ങി നിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേലിൽ നിലനിർത്തും. സങ്കീർത്തനം 27:5 വചനമാണ്. പഴയ കാലങ്ങളിൽ ദൈവവുമായിട്ട് ജനങ്ങൾ ഉടമ്പടി ചെയ്തത് ക്ലേശകാലങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ക്ലേശകാലങ്ങളിൽ നമ്മുടെ കഴിവിനേക്കാൾ വലിയ ആവശ്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് പറ്റുന്ന ആ കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃപ നൽകുന്ന ഒരു പുതിയ വഴിയാണ്, ഇന്നിൻ്റെ വഴിയാണ് ഉടമ്പടി. ദൈവത്തെ ഇഷ്ടപ്പെടുത്തിയെടുക്കാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ഉടമ്പടി ജീവിതം. ഉടമ്പടി നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു കൃപയുടെ ഒരു ജീവിതമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കഷ്ടകാലത്ത് കാത്തു സൂക്ഷിക്കുമെന്നാണ്
ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം നമ്മെ കഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഈശോയുടെ അരികിലേക്ക് കരം പിടിച്ച് നയിക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് നമ്മുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിക്കുന്നതും നമുക്ക് ലഭിക്കുന്ന ഓരോ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് കഷ്ടകാലത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കരുണയും സംരക്ഷണവും സ്നേഹവും എല്ലാം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഉടമ്പടിയിൽ ദൈവം നമ്മെ തൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നയിക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മീയ സംരക്ഷണമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. ജീവിതം പാറയായ യേശു ക്രിസ്തുവിലാണ് ഉറപ്പിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിൽക്കുന്നവരുടെ ഓരോ ജീവിത സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് ജിൻസിമോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപാസനത്തിലൂടെ കൃപ ഒഴുകുന്ന ഒരു വഴിയാണ് ഉടമ്പടി. ദൈവം ഇഷ്ടപ്പെട്ട ജനങ്ങൾ വളരെ കുറവാണ്. ഉടമ്പടി ജീവിതം തിരഞ്ഞെടുത്ത മക്കളുടെ കൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ വിശ്വാസത്തോടെ നമ്മൾ നയിക്കുമ്പോഴാണ് ഈശോയുടെയും അമ്മയുടെയും കൃപ നമ്മളിലേക്ക് വരുന്നത്. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തുമെന്ന കർത്താവ് തന്നെ ഇവരെ ഉയർന്ന പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ കണ്ണീർ തുടയ്ക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേട്ട് നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജിൻസി മോൾക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.